ഈ പരിപാടി ചെയ്യുമ്പോൾ പരിപാടി നടത്തുന്നത് ഹിന്ദു അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ആദ്യം മുതലേ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം സ്റ്റാലിനെ ക്ഷണിക്കുകയാണ്. സ്റ്റാലിനെ ക്ഷണിക്കുമ്പോൾ സ്റ്റാലിൻ ഏറ്റവും അധികം ഹിന്ദു സംസ്കാരത്തെയും ആചാരങ്ങളെയും എതിർത്ത് പറയുന്ന ഒരാളാണ്. എന്തുകൊണ്ട് അയാളെ വിളിക്കുന്നു? ആൾക്കാർ ആരൊക്കെയാണ് ഭക്തർ അത് നിശ്ചയിക്കാൻ ഈ ദേവസ്വം ബോർഡിന് എന്താ അധികാരം? ഈ CPM സർക്കാർ എന്താ പറയാം, ഒരു അമ്പലം അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് കപ്പ നടണമെന്ന് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിലെ ഭക്തരാരെന്ന് ചോദിക്കുന്നത്. തമിഴ്നാട്ടിലെ അയ്യപ്പ ഭക്തൻ ആരെന്ന് അവരാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്ത് ഇന്ന് അളവ് പോലെ വെച്ചാണ് കേരളത്തിൽ സെപ്റ്റംബർ 20 ഇടതുപക്ഷത്തിന് വലിയൊരു പിന്തുണ ലഭിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നടപ്പാകുന്ന കാര്യമാണ് നടക്കാനിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. ഈ അയ്യപ്പ സംഗമം ഇടതുപക്ഷത്തിന് ഒരു വോട്ടായി മാറും എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിഷയമായി നമുക്ക് രാജീവ് സാറിന്റെ അടുത്ത് തന്നെ സംസാരിക്കാം. സാർ, എന്താണ് അയ്യപ്പ സംഗമം ഈ വിഷയത്തിലുമായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന ഇപ്പോഴത്തെ നിലപാടും അതിൽ എന്തെങ്കിലും കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാനായ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ചിന്തിച്ച ഒരു ഐഡിയ ആണോ ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്? ഇത് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് രണ്ട് കക്ഷം, ഒന്ന് സാമ്പത്തികം ഉണ്ടാക്കാനും, രണ്ട് രാഷ്ട്രീയ നേട്ടത്തിനാണ്. നമ്മൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഇത്രയും വിഷയം വഷളാക്കി കേരളത്തിലെ പൊതുസാമാന്യം, അതായത് ഭക്തജനങ്ങളെ പരിപൂർണമായിട്ടും തല്ലിച്ചതയ്ക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത ഒരു സർക്കാരാണ്. ആ സർക്കാരിന് ശബരിമലയിൽ ഈ സംഗമം വിളിക്കാനുള്ള ഒരു അവകാശവുമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, ഇതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം പൂങ്കാവനം പമ്പയാണ്. അത് അയ്യപ്പന്റെ പൂങ്കാവനമാണ്. അവിടെ പരിപാടി നടത്തണമെങ്കിൽ സെക്രട്ടറി നമ്മളെ AKG സെന്ററിൽ പരിപാടി വെക്കും പോലെ അല്ല. ഇതിനൊരു ചിട്ടവട്ടങ്ങളുണ്ട്. തന്ത്രി ആചാരപ്രകാരം തന്ത്രി ആലോചിക്കണം, ജ്യോതിഷം വെക്കണം. ഇത് ആചാരമാണ്. ആ ആചാരം CPM ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നല്ല. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ, വിദേശത്തിൽ നിൽക്കുന്ന ആൾക്കാർ വരെ അംഗീകരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആചരിക്കുന്ന ഒരു ബിംബമാണ്, ഒരു പ്രതീകമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യേണ്ട ചിട്ടവട്ടങ്ങൾ കൂടി ഇല്ലാതെ കേവലമായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് CPM മുന്നോട്ട് പോകുന്നത്. CPM ഇത് നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ശ്രീമതി ടീച്ചർ പറഞ്ഞ കാര്യം, ശൈലജ ടീച്ചർ പറഞ്ഞ കാര്യം, CPM പറഞ്ഞ കാര്യം, നിരവധി നേതാക്കന്മാർ ശബരിമല അയ്യപ്പനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ കൊടുത്തപ്പോ ദേവസ്വം ബോർഡിന്റെ വിധി എന്തായിരുന്നു? റിവ്യൂ ഹർജി വന്നപ്പോ സുപ്രീം കോടതി റിവ്യൂ ഹർജി കൊടുത്തപ്പോ ദേവസ്വം ബോർഡും എന്ത് നിലപാടാണ് എടുത്ത? ആ നിലപാടിൽ നിന്ന് മാറാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടുണ്ട് ഇതുവരെ. ഇപ്പോഴും ദേവസ്വം ബോർഡ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് ഈ പരിപാടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു സംവിധാനം നിന്നുകൊണ്ട് തന്നെ ഈ പരിപാടി ചെയ്യുമ്പോൾ പരിപാടി നടത്തുന്നത് ഹിന്ദു അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ആദ്യം മുതലേ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം സ്റ്റാലിനെ ക്ഷണിക്കുകയാണ്. സ്റ്റാലിനെ ക്ഷണിക്കുമ്പോൾ സ്റ്റാലിൻ ഏറ്റവും അധികം ഹിന്ദു സംസ്കാരത്തെയും ആചാരങ്ങളെയും എതിർത്ത് പറയുന്ന ഒരാളാണ്. എന്തുകൊണ്ട് അയാളെ വിളിക്കുന്നു? അപ്പൊ അത് കൊണ്ടുവരുന്ന സമയം തൊട്ട് 100% സംശയം ഉളവാക്കിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സമ്മേളനം നടത്തുവാനുള്ള അവകാശം യഥാർത്ഥത്തിൽ അവർക്കില്ല. രണ്ട്, നമുക്കറിയാം പമ്പയിൽ പോകണം. പമ്പയിൽ കഴിഞ്ഞ് സന്നിധാനം ചെയ്തു കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ആൾക്കാർ, പല സ്വാമി അയ്യപ്പനെ ഭജിക്കുന്ന ആൾക്കാർ വിദേശത്തുള്ളവരുണ്ട്, മറ്റു സ്റ്റേറ്റുകളിലുള്ളവരുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം അവരുടെ പേരിൽ ഓരോ റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ കീഴിൽ അവർ പൈസ കൊടുത്ത് അവർ നിർമ്മിച്ചതാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു സർക്കാരാണ്. വിവിധ കോൺഗ്രസിന്റെ ആകട്ടെ ഇപ്പൊ അവിടെ ആർക്കും താമസിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല. ആ സർക്കാരാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി, കോടികളുടെ പണം ഉണ്ടാക്കാൻ വേണ്ടി സംഗമം നടത്തുന്നത്. ഇനി ലക്ഷ്യം നേരത്തെ ഒരു കാറ്റഗറി വെച്ച് അറിയാലോ, ഗോൾഡ്, സിൽവർ, ഇങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പിന്നെ വരുന്നത് ഈ ആൾക്കാർ ആരൊക്കെയാണ് ഭക്തർ അത് നിശ്ചയിക്കാൻ ഈ ദേവസ്വം ബോർഡിന് എന്താ അധികാരം? ഈ CPM സർക്കാർ എന്താ പറയാം, ഒരു അമ്പലം അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് കപ്പ നടണമെന്ന് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിലെ ഭക്തരാരെന്ന് ചോദിക്കുന്നത്. തമിഴ്നാട്ടിലെ അയ്യപ്പ ഭക്തൻ ആരെന്ന് അവരാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്ത് ഇന്ന് അളവ് പോലെ വെച്ചാണ് തീവ്രത? ടീച്ചർ അളന്ന തീവ്രത അല്ല, അതിനെക്കാട്ടിയും വലിയ തീവ്രതയുള്ള ഒരു കാര്യമാണ് സ്വാമി ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കച്ചവട താല്പര്യത്തിൽ പോകുന്ന ഈ സംഗമം ഒരിക്കലും പമ്പയിൽ വെക്കാനുള്ള അംഗീകാരം കിട്ടില്ല. സർക്കാർ പോയാൽ പോലും അത് ഹൈക്കോടതിയിൽ നിന്ന് വച്ചിട്ടുണ്ട്. 9-ാം തീയതി റിവ്യൂ മാറ്റി വെച്ചിരിക്കുകയാണ്. 9-ാം തീയതിയിലേക്ക് കേസ് ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, മറുപടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആചാരപ്രകാരം മാത്രമേ നടക്കാൻ സാധിക്കൂ. ഇത് പിണറായി വിജയന്റെ ഗിമ്മിക്ക് പൊളിഞ്ഞു, ഒരു സംശയം വേണ്ട.
യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതിലൂടെ സംസാരിക്കാനുണ്ട്. യുവതീ പ്രവേശനം അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ഒരു വാഗ്വാദങ്ങളൊന്നും അവർ തള്ളിയിട്ടില്ല. അല്ല, അവരെ സുഹൃത്താണല്ലോ ബിന്ദു അമ്മണി കത്തയച്ചല്ലോ ഇന്ത്യൻ ക്ഷണിക്കുമ്പോൾ. വാസം നേരത്തെ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു, ഇപ്പൊ വാസവനാണ് മുഖ്യമന്ത്രി കത്തയച്ചു എന്നെയും കൂടെ ക്ഷണിക്കുന്നു. കാരണം അങ്ങനെ എന്നെയും കൂടി ക്ഷണിക്കണമെന്ന് ഒരാൾ കത്തയക്കണമെങ്കിൽ നേരത്തെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ യുവതീ പ്രവേശനത്തിൽ ഇവരെയൊക്കെ കയറ്റിയത് ഞങ്ങൾ അന്നേ പറയുന്നു ഇവരാണ്, ഈ സർക്കാരാണ് കയറ്റിയത്. സർക്കാർ ബോധപൂർവ്വം വിഷയം ഉണ്ടാക്കിയത്. അതായത് കേരളത്തിനകത്തുള്ള ഒരു വളർച്ച ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല, മൊത്തം ഒരു ഇന്ത്യ ഭാഗമായിട്ട് ഭാരതീയ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സനാതന ധർമ്മം, ആ ധർമ്മം എന്ന് പറയുന്നത് കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും തച്ചു തീർക്കുക എന്നുള്ള ബോധപൂർവമായിട്ടുള്ള CPM-ന്റെയും സ്റ്റാലിന്റെയും ഒക്കെ ലക്ഷ്യമുണ്ട്. ദക്ഷിണേന്ത്യയിലെ 1-2 ഘടകങ്ങൾ, ആ ഘടകങ്ങൾ കൊണ്ടാണ് നമുക്കിപ്പോ ധർമ്മസ്ഥലയിലെ വിഷയം അറിയാലോ, ചില ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് കുറച്ച് നാളായി ഗൂഢാലോചന നടക്കുന്നുണ്ട്. ആ ഗൂഢാലോചനകളുടെ ഒക്കെ ഭാഗമാണ് ശരിക്കും ഈ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ. ഒരു വിശ്വാസവും ഇല്ലാത്ത പ്രസാദം വാങ്ങിച്ച് തറയിലിട്ട ഇതാണോ കൃഷ്ണൻ എന്ന് കേൾക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം വിശ്വാസം ഇല്ലെങ്കിൽ ലെനിന്റെ സമ്മേളനോ ഏംഗൽസിന്റെ സമ്മേളനോ കാർൽ മാർക്സിന്റെ സമ്മേളനോ ഒക്കെ നടത്തിയാൽ പോരെ. എന്തിനാണ് ഈ സമ്മേളനം നടത്തുന്നത്? അപ്പൊ ഇത് പൊറോട്ട് നാടകമാണ്. ഇത് ജനങ്ങൾക്ക്, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തമാണ്. ഇത് രാഷ്ട്രീയ താല്പര്യവും കച്ചവട താല്പര്യവും കൊണ്ട് നടത്തുന്ന പരിപാടിയാണ്. അത് പൂങ്കാവനത്ത് നടത്തുവാനുള്ള യാതൊരു അർഹതയും ഈ സർക്കാരിനില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്റ്റാലിനെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്, അപ്പൊ ആ ഒരു നിലപാട് എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി സ്വീകരിക്കാനുള്ള ഒരു കാരണം? സ്റ്റാലിനെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സനാതന ധർമ്മത്തിനെതിരായിട്ട് നിൽക്കുന്ന ആളാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ ഞാനേ അങ്ങനെയുള്ള, എന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളും എന്നെക്കോട്ടെ കേമനായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് സ്റ്റാലിനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പിന്നെ പറയുന്നത് ഞങ്ങളാണ് ഈ ഓരോ കാലഘട്ടത്തിലും ഞങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കുന്നത്. ഞാൻ കേട്ടോ, ഈ കേരളത്തിനകത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഏത് രാഷ്ട്രീയക്കാരാണ് നവോത്ഥാനം ഉണ്ടാക്കിയത്? വില്ലുവണ്ടി സമരം നയിച്ചത് രാഷ്ട്രീയക്കാരനാണ് ആണ്. ഇവിടെ മറ്റു നിരവധിയായിട്ടുള്ള സമരം നമുക്ക് ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ ഷട്ടിടാതെ അങ്ങനെ നിരവധിയായിട്ടുള്ള വില്ലുവണ്ടി സമരം ഉൾപ്പെടുന്ന, നിരവധിയായിട്ടുള്ള വക്കം സത്യാഗ്രഹം ഉൾപ്പെടുന്ന നിരവധിയായിട്ടുള്ള നവോത്ഥാനങ്ങൾ കേരളത്തിനകത്ത് നടന്നിട്ടുണ്ട്. ഇതിലൊന്നും രാഷ്ട്രീയത്തിന് പങ്കില്ല, രാഷ്ട്രീയക്കാർക്ക് പങ്കില്ല. ഓരോ ഹൈന്ദവ സമയം എത്തുമ്പോഴത്തേക്കും ഓരോ ഹൈന്ദവ സംഘടനകൾ ആ സംഘടനകൾക്കുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വേണ്ടിവരുന്ന കാലഘട്ടത്തിൽ ആ സന്യാസി ശ്രേഷ്ഠന്മാരും മറ്റ് ആചാര്യന്മാരും ചേർന്നുകൊണ്ട് ആ സംവിധാനത്തെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മാറിയ കാലമാണ് ഇത്തരം പരമ്പരകൾ. അതുകൊണ്ട് പിണറായി വിജയൻ ഹിന്ദു സമൂഹത്തിന്റെ ഒരു സാധനവും മാറ്റാൻ വേണ്ടി ശ്രമിക്കണ്ട. അതെ, ഹിന്ദു സമൂഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പ വിശ്വാസികളെയും തകർക്കാനുള്ള, അവരുടെ വിശ്വാസത്തെ വീണ്ടും അടിച്ചമർത്താനുള്ള വീണ്ടും ഒരു പദ്ധതിയാണോ ഇപ്പൊ മുഖ്യമന്ത്രി വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ശബരിമല വിഷയം എത്ര കണ്ട് അടിച്ചമർത്തപ്പെട്ടു എന്നുള്ളത് അറിയാം. എത്ര കണ്ട് ഒരു വർഷക്കാലം കൊണ്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങളെല്ലാം വച്ചുകൊണ്ട് ആ പ്രശ്നത്തെ, ആ ഭക്തരെ, അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ച, ചതിച്ച, അടിച്ച, ജയിലിലടച്ച ഈ സർക്കാരിന് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവകാശമില്ല എന്നുള്ളതാണ്. ആ സർക്കാർ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ആ സർക്കാരിന്റെ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. ആ സംശയത്തിൽ നിന്ന് മാറാൻ വേണ്ടി സാധിക്കുകയും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വിശ്വാസികളെ തകർത്തെറിയുന്ന കാര്യം പറയുമ്പോൾ 2019 ഒരിക്കലും കൂടി ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. 2019 സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നത്, വിശ്വാസികളെ അടിച്ചമർത്തിയ മുഖ്യമന്ത്രിയുടെ ആ ഒരു CPM-ന്റെ ആ നിലപാടുകൾ അയ്യപ്പ വിശ്വാസികളെ തകർത്തെറിഞ്ഞൊരു സംഭവം തന്നെയാണ്. അതോടുകൂടിയാണ് UDF-ന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നതും പിണറായി സർക്കാരിന് തച്ചുടച്ച് കളഞ്ഞതെല്ലാം അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ വീണ്ടും വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം തന്നെയല്ലേ നടക്കുന്നത്, മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ള ശ്രമം അതിനകത്തുണ്ട്. ആ ശ്രമം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാര്യം എന്തുകൊണ്ട് നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് ഇതെടുക്കണം. അയ്യപ്പ സംഗമം വിളിക്കാൻ വേണ്ടി വരുമ്പോൾ നിരവധിയായിട്ടുള്ള എതിർപ്പുകളുണ്ട്, സംശയങ്ങളുണ്ടായിരുന്നു. ആ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ ആദ്യം വിളിച്ച പോലെ വിശാലമായിട്ട് എല്ലായിടത്തും ഇപ്പൊ ആളെ വിളിക്കുന്നില്ല. ഇപ്പം വന്നപ്പോ എന്താ, ഞങ്ങളൊരു കാറ്റഗറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് വിശ്വാസികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട കുറച്ച് ആൾക്കാർ, അതായത് കച്ചവടത്തിൽ വരുന്ന ടീമായി, അങ്ങനെ കുറച്ചുപേരെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റുന്നു. എന്ന് വെച്ചാൽ ഈ അന്താരാഷ്ട്ര അയ്യപ്പ സംഗമം എന്ന് പറയുന്ന അയ്യപ്പ സംഗമത്തിൽ നിന്നും പലരും മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു.
തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ അത് പൊളിയുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏതെങ്കിലും ഒരു ഹാളിൽ വെച്ച് നടത്തുന്ന പരിപാടിയാക്കി മാറ്റും. അങ്ങനെ മാറേണ്ടതായിട്ട് വരും. കാരണം അയ്യപ്പൻ ശക്തിയുള്ളതാണ്. NSSന്റെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആശങ്കകളായിട്ട് വരുന്നത്? NSSന്റെ ആശങ്കകൾ സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള, ഞങ്ങൾ അതിനകത്തൊരു അഭിപ്രായം പറയാൻ പോകുന്നു. NSSന്റെ ആശങ്കകൾ, NSSും ഇതിനൊരു സമരത്തിൽ ഇറങ്ങിയ ഒരു സംഘടനയാണ്. കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ സംഘടനകളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടേതായിട്ടുള്ള ആശങ്കകളുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവരുടെ ആശങ്കകൾ എന്താണെന്ന് അവരുടെ ബോഡി തീരുമാനിച്ചുകൊണ്ട് അവർ അറിയിക്കും. BJPക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ? അല്ല, ഇത് കച്ചവട താല്പര്യമാണ്. ഈ ഒരു കച്ചവട താല്പര്യത്തിനും അതോടൊപ്പം തന്നെ വ്യക്തമായി പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനും ശബരിമലയെ കൊണ്ടെത്തിക്കാൻ വേണ്ടി തയ്യാറാകണം. ശബരിമല തകർത്ത് തരിപ്പണമാക്കിയ ഒരു സംവിധാനമാണ് ഈ ഭരണകൂടം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാലോ, 12,000-ത്തിലധികം കേസുകളാണ് ചാർജ് ചെയ്തത്. നമ്മുടെ ഓരോ നേതാക്കൾക്കെതിരെ 200-300 കേസുകളാണ് ചാർജ് ചെയ്തത്. NSS നേതാക്കൾ, SNDP നേതാക്കൾ, അങ്ങനെ വേണ്ട ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കെതിരെയും കേസ് ചാർജ് ചെയ്തു. ഇന്നും സുപ്രീം കോടതിയിൽ ഈ ശബരിമലയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുത്ത് സ്വീകരിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ. ആ സർക്കാർ ഈ ഒരു എന്താണെന്ന് പറയാൻ, ഒരു ചെറിയ നാടകം കളിച്ചുകൊണ്ട് എല്ലാ സമൂഹവും ഞങ്ങളോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് സമ്പൂർണ്ണ പരാജയമാണ്. അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് വിശ്വസിക്കും, അംഗീകരിക്കും. മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ CPM എന്ന ആ ഒരു പാർട്ടിക്കും എന്താണ് അയ്യപ്പന്മാരടുത്തും അല്ലെങ്കിൽ വിശ്വാസികളുടെ അടുത്തും ഇത്രയും ഒരു എതിർപ്പ്? അല്ല, അയ്യപ്പന്റെ ഇത് പല കഥകളും പുറത്തു വരുന്നുണ്ട്. ഈ സംഗമത്തിന് പറയുന്ന ജാതക ദോഷത്തിന്റെ ഇത് ഭാഗമായിട്ട് നടത്തപ്പെടുന്ന പരിപാടിയാണെന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് നമ്മളെ ക്ലിഫ് ഹൗസില് ഇതുണ്ടല്ലോ, പശു തൊഴുത്തുണ്ടാക്കിയത്, ആ തൊഴുത്തുണ്ടാക്കിയത് മുതൽ ഈ നടക്കുന്ന അയ്യപ്പ സംഗമം വരെ ഒരു ജാതക ദോഷത്തിന്റെ ഭാഗമായിട്ടെന്നുള്ള കഥകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും അങ്ങനെയാണെങ്കിൽ അയ്യപ്പനോട് കളിച്ചതിന്റെ അല്ല, അത് രാജാവിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ആ നഷ്ടങ്ങൾ നികത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ കുറെ നടത്തുന്നുണ്ട്. ആ പരിഹാര കർമ്മത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ഇത് വരുന്നതെന്നുള്ള കഥകൾ പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും അതിനകത്തുണ്ട്, തൊഴുത്ത് തൊട്ട് എന്തായാലും അതുണ്ട്. ആ എഴുതി കൊടുത്ത ചാർത്തിൽ ഒരു വരുന്നുണ്ട്, ഒരു സംഗമം, അയ്യപ്പ സംഗമവും ശരണം വിളിയൊക്കെ വിളിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയും വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടിയും മൂന്നാം സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടും നടത്തുന്ന ഈ പരിപാടിയിൽ മുഴുവൻ ആൾക്കാരും ഒരു ചതി ഒരിക്കൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമൂഹമുണ്ട്. ആ സമൂഹം പരിപൂർണമായിട്ട്, അതായത് ഈ സർക്കാരിനെതിരായിട്ടുള്ള, അയ്യപ്പനെതിരായിട്ടുള്ള ഈ മൂവ്മെന്റിനെ തച്ച് തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായിട്ടും ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും വീഴില്ല എന്നുള്ള ഒരു പഴഞ്ചൊല്ലി തന്നെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും ജനങ്ങൾ ഈ ഒരു പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്.